ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ ജീവിതത്തിലെ ഒരു അവിസ്മരണീയമായ ഒരു മുഹൂർത്തമാണ്. വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 25 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ സഹപ്രവർത്തകനെ കാണുകയാണ്. ഇത് മാത്യു, ആനക്കാമ്പൊയിൽ താമസിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വഴിയെ പറയാം. ഇത് മാത്യുവിന്റെ വൈഫ് അച്ചമ്മ. മാത്യു സംസാരിക്കൂ. നമസ്കാരം. നമസ്കാരം. പിന്നെ എങ്ങനെ പോകുന്നു ജീവിതം? നന്നായിട്ടൊക്കെ പോകുന്നു. നന്നായിട്ട് പോകുന്നു. മക്കളൊക്കെ നല്ല രീതിയിലൊക്കെ ആയോ? ആയിട്ടുണ്ട്, കുഴപ്പമില്ല. രണ്ടുപേരും സെറ്റിൽഡ് ആയി. LSC കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ആ പഴയ കാലമൊക്കെ ഞാൻ ഓർക്കും. തീർച്ചയായിട്ടും. നമ്മള് മൈസൂർ മലയിലൊക്കെ വർക്ക് ചെയ്തത്. അതുപോലെ ഞങ്ങള് രണ്ടുപേരും കോഴിക്കോട് രൂപതയുടെ ഡി അഡിക്ഷൻ സെന്ററില്, കൗൺസിലിംഗ് സെന്ററിൽ വർക്ക് ചെയ്യായിരുന്നു. ഞങ്ങള് അതിന്റെ ഫീൽഡ് പ്രൊമോട്ടർമാരായിട്ട്. അപ്പൊ അന്നത്തെ അനുഭവങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? കുറെയൊക്കെ ഓർക്കുന്നുണ്ട്. നമ്മുടെ ഭാരതത്തോട് നമ്മുടെ അവിടെ ഒരു 7 കോളനികൾ ഉണ്ടായിരുന്നു, ട്രൈബൽ കോളനികൾ. ആ കോളനികളിലൊക്കെ നമ്മള് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നടന്ന് നമ്മൾ ഭാരതത്തോട് അവിടെ സംസ്കാര നിലയത്തില് നമ്മളൊരു പബ്ലിക് മീറ്റിംഗ് സംഘടിപ്പിച്ചു. അത് നമ്മുടെ കോർഡിനേറ്റർ സിസ്റ്റർ പങ്കെടുത്തിരുന്നു. നമ്മൾ ആ മലകളൊക്കെ കയറി ഇറങ്ങി തോണ്ടുമുക്കൊക്കെ പോയി തിരിച്ച് മുക്കത്തേക്ക് നമ്മൾ നടന്നു വരും. മണിക്കൂറോളം എടുക്കും. അതായത് ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. അതുപോലെ തന്നെ ഒരുമിച്ചായിരുന്നു യാത്ര, നടക്കുന്നത് ഒരുമിച്ചായിരുന്നു. അതും എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്റെ മനസ്സിനോട് വളരെ അടുത്ത ഒരു സുഹൃത്ത്, ഒരു സഹപ്രവർത്തകനായിരുന്നു മാത്യു. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും വേവ് ലെങ്ത്, അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളൊക്കെ ഒരേപോലെയായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താ ചിന്തിക്കുന്നുള്ളത് മാത്യുവിന് അറിയാൻ പറ്റും, മാത്യു എന്താ ചിന്തിക്കുന്നത് എനിക്കറിയാൻ പറ്റും. അതുകൊണ്ട് വളരെ രസകരമായിരുന്നു. അപ്പൊ മാത്യു പറയൂ, മാത്യു ഇവിടെ നിന്ന് പോയതിനു ശേഷം, അതായത് ഈ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് പോയതിനു ശേഷം എവിടെയാണ് ആദ്യമായിട്ട് ജോലിക്ക് കയറിയത്? ആദ്യമായിട്ട് ഞാൻ കോഴിക്കോട് ജില്ലാ ബാങ്കില്, ജില്ലാ ബാങ്കിലുണ്ടായിരുന്നു. കോപ്പറേറ്റീവ് ബാങ്കില് MCC ബാങ്കിന്റെ MCC ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഹെഡ് ഓഫീസ് ആണല്ലോ. ഞങ്ങളുടെ ബ്രാഞ്ച് ഓഫീസ് മാവൂര്. ഒരു 4-5 മാസത്തോളം അവിടെ വർക്ക് ചെയ്തു. പിന്നെ അവിടുന്ന് പുതിയ PSC ബാച്ച് വന്നതോടുകൂടി നമ്മൾ അവിടുന്ന് മാറി. പിന്നെ സ്വന്തമായിട്ടൊരു ബിസിനസ് ഒക്കെ തുടങ്ങിയായിരുന്നു. ആനക്കാമ്പൂരിൽ തന്നെ. എന്ത് ബിസിനസ്? മലഞ്ചരക്ക് കച്ചവടം. അത് ആദ്യം ഉണ്ടായിരുന്നില്ലേ? ഇല്ല. നമ്മളവിടെ ഡീലർഷിപ്പ് പോകുന്നു. ബാങ്കിൽ നിന്ന് പോയി അവിടുന്ന് ഇറങ്ങിയ ശേഷമാണ് സ്വന്തം ബാങ്ക് കച്ചവടം തുടങ്ങി. കച്ചവടം 2-3 വർഷം തുടർന്ന് പോകുമ്പോഴാണ് KSRTC PSC വിളിക്കുന്നത്. അങ്ങനെ KSRTC ജോയിൻ ചെയ്തു, കച്ചവടം നിർത്തി, അങ്ങനെ പോകുന്നു. മക്കളുടെ പഠനം കഴിഞ്ഞു. ഓരോ 2 ദിവസങ്ങളിലെ ജോലി കാര്യങ്ങളൊക്കെ പോകുന്നു. അപ്പൊ മാത്യു എന്റെ മാതിരിയല്ല, വ്യത്യസ്തമായ തലങ്ങളിൽ കൂടെയാണ് പോയത്. ഇടയ്ക്ക് ബാങ്കിങ്ങിന് പോയി, ഇടയ്ക്ക് മലഞ്ചരക്ക്, അതായത് ബിസിനസ്സിലേക്ക് വന്നു, പിന്നെ KSRTCയിലേക്ക്. സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ കാപ്പി റീപ്ലാന്റേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, പഴയതിന്റെ കുറച്ച്. ബാക്കിയുള്ള പുതിയ പ്ലാന്റിങ് ആണ്. അപ്പോ ഒരു 25 വർഷത്തെ ഇടവേളയാണ്. അപ്പൊ അതിനുശേഷമുള്ള കുറെ മാറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രായം കൂടി, നമ്മുടെ മുടിയിൽ അതെ, പ്രകൃതി വരുത്തിയ കുറെ വികൃതികളൊക്കെ ഉണ്ട്. തലമുടി മീശയൊക്കെ കളറ് ചേർത്തു. അപ്പോ കൂട്ടത്തില് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തിയില്ല. മാത്യുവിന്റെ ചാച്ചൻ തോമസ് ആണ് ഇരിക്കുന്നത്. ചാച്ചന് എത്ര വയസ്സായി? എത്ര? 94 വർഷം പ്രായമായ ചാച്ചനാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന. ഒരുപാട് ജീവിത അനുഭവങ്ങളൊക്കെ ആയിട്ട്. അച്ചാമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങളെ മാത്യുവിന്റെ മകന് എഞ്ചിനീയറാണ്. അതുപോലെ തന്നെ മകള് നേഴ്സായിട്ട് എവിടെ വർക്ക് ചെയ്യുന്നത്? UK വർക്ക് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരിക്ക് മുത്തശ്ശനായിട്ടുണ്ട്. അതായത് 3 കുട്ടികളുടെ മുത്തശ്ശനാണ് ഞാൻ. ഇനിയും സംസാരിക്കണം അതിനുള്ള ഒരവസരങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോ മാത്യു അകലാപ്പുഴ കാണാൻ വേണ്ടി വന്നതാണ്. അകലാപ്പുഴ നമ്മളെ അടുപ്പിച്ചു. അതെ, അകലാപ്പുഴ എന്നാണ് പേരെങ്കിലും അകലാപ്പുഴ കൂട്ടുകാരെ അടുപ്പിച്ചിരിക്കുന്നു. അപ്പൊ അകലാപ്പുഴയുടെ പേരിൽ തന്നെ വൈരുദ്ധ്യം വരുന്നുണ്ട്.